കുട്ടികളെ, ഡൈപോളിനെ കുറിച്ചും അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതുപോലെ ഒരു ഡൈപോൾ കാരണം ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ടോർക്ക്, ആ ടോർക്ക് കാരണം ഉണ്ടാകുന്ന വർക്കും പൊട്ടൻഷ്യൽ എനർജി, ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡൈപോൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. ഇലക്ട്രിക് ഫ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അതിന് നമ്മൾ ഗോസസ് തിയറം എന്ന് പറയും. ഇലക്ട്രിക് ഫ്ലക്സും ഒരു പോയിന്റ് ചാർജും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജിൽ നിന്ന് പുറത്തു വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എത്ര, ഒരു പോയിന്റ് ചാർജിൽ നിന്ന് പുറത്തു വരുന്ന ഇലക്ട്രിക് ഫ്ലക്സ് സിമ്പിൾ ആയിട്ട് ആ ചാർജിന്റെ വാല്യൂ ഉപയോഗിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സും പോയിന്റ് ചാർജും തമ്മിലുള്ള ബന്ധം, അതിനാണ് നമ്മൾ ഗോസസ് തിയറം ഉപയോഗിക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട്, ഇലക്ട്രിക് ഫ്ലക്സും ചാർജും തമ്മിലുള്ള ബന്ധം കാൽക്കുലേറ്റ് ചെയ്യാൻ, എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഗോസസ് തിയറം ഉപയോഗിക്കും. ഇപ്പൊ ഇതിനകത്ത് വരുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന്. ഇലക്ട്രിക് ഫ്ലക്സ് ഒരു ചെറിയ ഏരിയ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്നു. ഒരു സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു. അതിന്റെ ചെറിയ ഒരു ഏരിയ ds എടുക്കുന്നു. ഏരിയ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്കറിയാം. ആ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡുമായി നോക്കുമ്പോൾ ഏരിയ തീറ്റ ആംഗിൾ ചെരിഞ്ഞാണ്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ds. അങ്ങനെയാണെങ്കിൽ ആ സർഫസിൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് d∅ is equal to E dot ds. Electric flux is the scalar product of electric field and area of the surface. അങ്ങനെ നമ്മൾ പറയുന്നത്. d∅, ഇലക്ട്രിക് ഫ്ലക്സ് d∅ is equal to E dot ds. അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ E ds cos θ എന്ന് കിട്ടും. അതൊരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താ, വെക്ടറിന്റെ സ്കേലർ പ്രൊഡക്റ്റ് വഴിയാണ് ഇത് കിട്ടുന്നത്. ഇലക്ട്രിക് ഫീൽഡും ഏരിയ dsഉം തമ്മിലുള്ള സ്കേലർ പ്രൊഡക്റ്റ് ആണ് എന്ത്, ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഒരു സർഫസിന്റെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ, ഒരു സർഫസ് മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസ് ഉണ്ടാകുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ ചെറിയ ds ഏരിയ എല്ലാം കൂടെ കൂടിയാണ്. ആ സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to സർഫസ് ഇന്റഗ്രൽ E dot ds. ഇന്റഗ്രൽ ഓർ എസ് E dot ds. നമ്മൾ അതിനെ വിളിക്കുന്ന സർഫസ് ഇന്റഗ്രൽ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. നമ്മൾ കാണുകയുണ്ടായി സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇലക്ട്രിക് ഫ്ലക്സ്. സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ്. ഇന്ന് നമ്മൾ ഗോസസ് തിയറത്തില് ഈ ഇലക്ട്രിക് ഫ്ലക്സും ചാർജും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം. ഫ്ലക്സും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. phi is equal to സർഫസ് ഇന്റഗ്രൽ E dot ds. ഇനി ഇലക്ട്രിക് ഫ്ലക്സും ചാർജും തമ്മിലുള്ള ബന്ധം എന്ത്? ഗോസസ് തിയറം. ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇലക്ട്രിക് ഫ്ലക്സ് phi എന്ന് പറഞ്ഞ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്. നമ്മൾ അവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യും. ഇലക്ട്രിക് ഫ്ലക്സ് phi, അതായത് സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ്, ഫ്രീ സ്പേസിലായിരിക്കുന്നത്, ഇൻ ഫ്രീ സ്പേസ്, ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ്, എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് Q enclosed by the surface.
ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ക്യൂ എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ സർഫസിന് നമ്മൾ പറയുന്ന പേരാണ് ഗോഷിയൻ സർഫസ്. ഇലക്ട്രിക് ഫീൽഡിന് ചുറ്റും ഇലക്ട്രിക് ചാർജിന് ചുറ്റും നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് അസ്യൂം ചെയ്യുന്നു. ഇലക്ട്രിക് ചാർജിന് ചുറ്റും നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് അസ്യൂം ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഗോഷിയൻ സർഫസ് എന്ന് പറയുന്നത്. ആ ഗോഷിയൻ സർഫസ്, ആ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്, ആ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. അതാണ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. അപ്പൊ നമുക്ക് എഴുതാം, ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു, അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സർഫസ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എസ് ഈക്വൽ ടു അത്രയാണ്. ഫൈ ഈസ് ഈക്വൽ ടു അല്ലെ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അത്രയാണ് ഒരു ഭാഗത്ത് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. അതാണ് ഗോസസ് തിയറം. മറുഭാഗം, ഗോസസ് തിയറത്തിന്റെ മറുഭാഗം 1/ε0 ഇൻറ്റു ക്യൂ. അപ്പൊ ആ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈയും ക്യൂവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ തരുന്നത്. ഒരു ചാർജ്, പോയിന്റ് ചാർജ് ക്യൂ തന്നാൽ ആ ചാർജിൽ നിന്ന് പുറത്തു വരുന്ന ഫ്ലക്സ് ലൈൻസിന്റെ എണ്ണം അല്ലെങ്കിൽ ആ ചാർജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ ആകെ അളവ് നമുക്ക് ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. അതാണ് ഗോസസ് തിയറം. എന്താ ഗോസസ് തിയറം? ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് ക്യൂ എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ആ ക്ലോസ്ഡ് സർഫസിന് വേണ്ട പേരാണ് ഗോഷിയൻ സർഫസ്. അല്ലെ നമുക്ക് എഴുതാം ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്. ആ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഫൈ. ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ. നമുക്ക് ഈ തിയറത്തെ പ്രൂവ് ചെയ്യാം. ഗോസസ് തിയറത്തെ നമുക്ക് പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? നമ്മൾ ഒരു പ്ലസ് ക്യൂ ചാർജ് എടുക്കുന്നു. പ്ലസ് ക്യൂ ചാർജ് അതിരിക്കുന്ന O എന്ന് പറയുന്ന പോയിന്റിലാണ്. O എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. O എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് വെച്ചിരിക്കുന്നു. അതിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് P. Oയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് P. ആ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് ഈ സമം. ഒരു പോയിന്റ് ചാർജ് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാ? ഈ സമം 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഈ സമം 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. അതാണ് P എന്ന് പറയുന്ന പോയിന്റിലുള്ള Q കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഈ സമം 1/4πε0 Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ. നമ്മൾ ആ പോയിന്റ് ചാർജിൽ നിന്നും പിയിലൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി സ്പിയർ അസ്യൂം ചെയ്യുന്നു. പോയിന്റ് ചാർജ് പിയിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയാണ്. പോയിന്റ് ചാർജിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയാണ് പി. ആ പിയിലൂടെ കടന്നു പോകുന്ന പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഒരു ക്ലോസ്ഡ് സർഫസ്. ഇതൊരു സ്പിയർ ഇമാജിനറി സ്പിയർ. ശരിക്കും അതിൽ ഉണ്ടാവണമെന്നില്ല, നമ്മൾ അസ്യൂം ചെയ്യണം. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പിയിലൂടെ കടന്നു പോകുന്ന പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള സിമെട്രിക് ആയ ഒരു ക്ലോസ്ഡ് സർഫസ്, ഇവിടെ ഒരു സ്പിയറാ, ക്യൂ സെന്ററിൽ വരുന്ന ഒരു സ്പിയറാ. ആ സ്പിയറിന്റെ സെന്ററിലാണ് ക്യൂ ഇരിക്കുന്നത്. ക്യൂ സെന്ററിലായിട്ട് വരുന്ന ഒരു സ്പിയർ നമ്മൾ ഗോഷിയൻ സർഫസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ആ ഡോട്ട് ഇട്ട് കാണിക്കുന്നത് ആ സ്പിയർ ആണ്, ഗോഷിയൻ സർഫസ്. പി സെന്റർ ആക്കി ഒരു ചെറിയ ഏരിയ നമ്മൾ എടുക്കുന്നു, ഒരു ചെറിയ ഏരിയ ഡി എസ്. അപ്പൊ പിയിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഈ കാണിച്ചേക്കുന്ന ദിശയിലേക്കാണ്. ആ പിയിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 1/4πε0 Q ഡിവൈഡ് ബൈ R സ്ക്വയർ. അതിന്റെ ദിശ എങ്ങോട്ടാ? ആ പിയിലെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് പോകുന്നോ ആ ദിശയിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി. ആ ആരോ കാണിച്ചേക്കുന്ന ദിശയിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി. ഇനി ആ സർഫസ് അവിടെ എടുത്തേക്കുന്ന DS ഏരിയ ഉള്ള സർഫസിന്റെ ഏരിയയുടെ ദിശ എങ്ങോട്ടാ? അത് ആ സർഫസിന് പെർപെൻഡിക്കുലറാണ്.
അത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് DS എന്ന് കാണിച്ചേക്കുന്ന ആ വെക്ടറിന്റെ ദിശയിലാണ്. അവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇയും DS-ഉം ഒരേ ദിശയിലാണ്. ഗോഷിയൻ സർഫസിന്റെ ഒരു പ്രത്യേകത അത് ഒരു ഇമാജിനറി സർഫസ് ആണ്. ഒരു പോയിന്റ് ചാർജിന് ചുറ്റും ഒരു പോയിന്റിലൂടെ നമ്മൾ അസ്യൂം ചെയ്യുന്ന, പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ഇമാജിനറി സർഫസ് ആണ് ഗോഷിയൻ സർഫസ്. രണ്ട്, അങ്ങനത്തെ ഒരു സർഫസിന്റെ ഏത് പോയിന്റ് എടുത്താലും അവിടെ ഇയും DS-ഉം ഒരേ ദിശയിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡും ഏരിയയും സർഫസിന്റെ ഏരിയയും ഒരേ ദിശയിലായിരിക്കും. സിമെട്രിക് ആയിട്ടുള്ള ബോഡീസിന്റെ കേസിൽ, സിമെട്രിക് ചാർജസിന്റെ കേസിൽ ഒരേ ദിശയിലായിരിക്കും. അപ്പൊ ആംഗിൾ എത്രയാ? ഇയും DS-ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0. ഇയും DS-ഉം തമ്മിലുള്ള ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്കറിയാം ഗോസസ് തിയറം എന്താണ്? എന്താ ഗോസസ് തിയറം? സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് DS, അതാ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. 1/ε0 ഇൻറ്റു Q. സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് DS ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. അതാണ് ഗോസസ് തിയറം. നമുക്കിവിടെ ഗോസസ് തിയറത്തെ പ്രൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇലക്ട്രിക് ഫ്ലക്സിൽ തുടങ്ങാം. ഇലക്ട്രിക് ഫ്ലക്സിൽ തുടങ്ങി 1/ε0 Qയിൽ അതിനെ എത്തിക്കണം. എങ്കിൽ ആ തിയറം പ്രൂവ്ഡ് ആകും. അപ്പൊ നമുക്ക് തുടങ്ങാം. സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് DS, അത് ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ E കോസ് തീറ്റ ഇൻറ്റു DS, അല്ലെങ്കിൽ E DS കോസ് തീറ്റ, അല്ലെങ്കിൽ E കോസ് തീറ്റ ഇൻറ്റു DS. ഇവിടെ നമുക്കറിയാം തീറ്റ എത്രയാണ്? ഇയും DS-ഉം തമ്മിലുള്ള ആംഗിള് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാ? 0. അപ്പൊ E കോസ് 0 ഇൻറ്റു DS, E കോസ് 0 ഇൻറ്റു DS ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ് 0 എന്ന് പറഞ്ഞാൽ 1. കോസ് 0 എത്രയാ? 1. അതുകൊണ്ട് സർഫസ് ഇന്റഗ്രൽ E ഇൻറ്റു കോസ് 0 1 ആയിപ്പോയി. പിന്നെ DS, E ഇൻറ്റു DS എന്നാവും. E ഇൻറ്റു DS. ഈ കോൺസ്റ്റന്റ് ആണ്. ഈ അവിടെ കോൺസ്റ്റന്റ് ആണ്. പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഗോഷിയൻ സർഫസിലെ മാഗ്നിറ്റ്യൂഡിൽ കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് ആണ്. ആ ഈ കോൺസ്റ്റന്റ് ആയിട്ട് അതിന്റെ വാല്യൂ നമ്മൾ വെളിയിലെടുക്കുന്നു. ഇന്റഗ്രേഷൻ DS-ലാണ് നടക്കുന്നത്. ഏരിയയിലാണ് ഇന്റഗ്രേഷൻ നടക്കുന്നത്. ഇന്റഗ്രേഷൻ ഏരിയയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഏരിയ കൂട്ടി വെച്ച് വലിയ ഏരിയ ആക്കുന്ന പ്രോസസ്സാണ് ആ ഇന്റഗ്രേഷൻ നടത്തും. അപ്പൊ E എന്ന് പറഞ്ഞാൽ 1/4πε0 Q ഡിവൈഡഡ് ബൈ R². അത് ഇന്റഗ്രേഷനെ ബാധിക്കുന്നില്ലാത്തതുകൊണ്ട് ആ ഇന്റഗ്രൽ സിമ്പിളിന് വെളിയിലേക്ക് എടുക്കാം. ഇയുടെ വാല്യൂ 1/4πε0 ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R². അതിനകത്ത് ഏരിയ ടൈം ഒന്നുമില്ല, അതുകൊണ്ട് അതിനെ വെളിയിലേക്ക് എടുക്കാം. ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ DS. ഈ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സർഫസ് ഇന്റഗ്രൽ DS ഈ എത്രയാ? 1/4πε0 Q ഡിവൈഡഡ് ബൈ R² ഇൻറ്റു ഈ വെളി വന്നു. ഇനി ബാക്കി എന്താ? അവിടെ DS ഉള്ളൂ. സർഫസ് ഇന്റഗ്രൽ DS. സർഫസ് ഇന്റഗ്രൽ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചെറിയ ചെറിയ DS ഏരിയ ഉള്ള സർഫസ് എല്ലാം കൂട്ടിച്ചേർത്ത് വെക്കുന്നു. ചെറിയ ചെറിയ DS ഏരിയ ഉള്ള സർഫസ് എല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വെക്കുന്നു. കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ഏരിയ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് താഴോട്ട് പോയിരിക്കട്ടെ. പല കഷ്ണങ്ങളായിട്ട് ചിന്നിച്ചെതറി പോകുന്നു. ചിന്നിച്ചെതറി കിട്ടുന്ന ഓരോ കഷ്ണമാണ് അതിന്റെ ഏരിയ DS, സ്മോൾ DS, ഓരോ ചെറിയ കഷ്ണത്തിന്റെ ഏരിയ. ഇനി ആ കഷ്ണങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് ചേർത്ത് വെക്കുകയാണെങ്കിൽ ആ ഗ്ലാസ് മൊത്തമായിട്ട് നമുക്ക് കിട്ടും. അതിന് ആ ചേർത്ത് വെക്കുന്ന പ്രോസസ്സിനാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റഗ്രൽ സ്മോൾ DS ഈസ് ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് ദ ഗോഷിയൻ സർഫസ്. അതാണ് സർഫസ് ഇന്റഗ്രൽ DS. ഗോഷിയൻ സർഫസിന്റെ ഒരു ചെറിയ ഭാഗത്തിന്റെ ഏരിയ ആണ് DS. സർഫസ് ഇന്റഗ്രൽ DS എടുക്കുമ്പോൾ ഗോഷിയൻ സർഫസിന്റെ ആ ചെറിയ ഏരിയ എല്ലാം കൂട്ടി ചേർത്ത് വെക്കപ്പെടുന്നു. കൂട്ടിച്ചേർത്ത് വെക്കപ്പെടുമ്പോൾ എന്താ? ഗോഷിയൻ സർഫസ് എന്നുള്ള സ്പിയറിന്റെ ഏരിയയാണ് കിട്ടുന്നത്. എന്താ സ്പിയറിന്റെ ഏരിയ? 4π സ്മോൾ R². ആറാണ് അതിന്റെ റേഡിയസ് എങ്കിൽ സ്പിയറിന്റെ ഏരിയ 4π സ്മോൾ R² ആണ്. 4π സ്മോൾ R². അപ്പൊ സർഫസ് ഇന്റഗ്രൽ DS ഈസ് ഈക്വൽ ടു 4π സ്മോൾ R². അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R². അത് ഇലക്ട്രിക് ഫീൽഡ് E ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ DS. ഇവിടെ സർഫസ് ഇന്റഗ്രൽ DS എവിടെ കണ്ടാലും അതിന്റെ അർത്ഥം ഗോഷിയൻ സർഫസിന്റെ മൊത്തം സർഫസ് ഏരിയ എന്നാണ്. അത് 4π സ്മോൾ R². 1/4πε0 Q ഡിവൈഡ് ബൈ R² ഇൻറ്റു 4π സ്മോൾ R². ഇറ്റ് ഈസ് ഈക്വൽ ടു 4π R²ഉം 4π R²ഓട് ക്യാൻസൽ ആയി പോകും. ന്യൂമറേറ്ററിലുള്ള 4π R² ഏരിയ ഡിവൈഡഡ് ബൈ താഴെയുള്ള 4π ഇൻറ്റു R², അതും ക്യാൻസൽ ആയി പോകും. പിന്നെ മിച്ചം എന്തുണ്ട്?
1/4πε0 4π ക്യാൻസൽ ആയി പോയി. ഇനി മിച്ചം 1/ε0. അതുപോലെ Q/r², ക്യാൻസൽ ആയി പോയി. അപ്പൊ മിച്ചം Q. 1/ε0 ഇൻറ്റു Q. നമ്മൾ തുടങ്ങിയത് എവിടെയാ? സർഫസ് ഇന്റഗ്രൽ E.ds നമ്മൾ തുടങ്ങിയത്. നമ്മൾ എവിടെ ചെന്നു? 1/ε0 ഇൻറ്റു Q. അതുകൊണ്ട് എന്താ? സർഫസ് ഇന്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. ദിസ് ഈസ് ദ പ്രൂഫ് ഓഫ് ദ ഗോസസ് തിയറം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പോയിന്റ് ചാർജ് എടുത്തു. ആ പോയിന്റ് ചാർജിനെ OI വെച്ചു. Oയിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് P എടുത്തു. ആ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ആണ്. E ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആണ് മാഗ്നിറ്റ്യൂഡ്. അതിന്റെ ദിശ ആ പിയിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ നമുക്കറിയാം. അത് നേരെ വലത്തോട്ട് പോകും. പ്ലസ് ക്യൂവും പോയിന്റ് പോസിറ്റീവ് ചാർജോടെ റിപ്പൽ ചെയ്ത് വലത്തേക്ക് പോകും. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ അവിടെ ആരോയിൽ തന്നിരിക്കുന്നു. ഇനി ആ പിയിലൂടെ കടന്നു പോകുന്ന ഒരു സ്പെറിക്കൽ ഗോഷിയൻ സർഫസ് നമ്മൾ എടുക്കുന്നു. ആ സർഫസിനെ പല സ്മോൾ ഏരിയാസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. അത്തരം ഒരു ഏരിയ, പി സെന്റർ ആയിട്ടുള്ള അത്തരം ഒരു സ്മോൾ ഏരിയ ആണ് DS. ആ DS-ന്റെ ദിശ ആരോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഇയും DS-ഉം തമ്മിലുള്ള ആംഗിൾ 0 ആണ്. തീറ്റ 0 ആണ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സ് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. സർഫസ് ഇന്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ E cos 0 ds. cos 0 1 ആണ്. ഈ 1/4πε0 Q/r² ആണ്. വെളിയിലോട്ട് എടുത്തു. ഈയുടെ വാല്യൂ 1/4πε0 ഇൻറ്റു Q/r² ഇൻറ്റു cos 0 1 ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ DS. സർഫസ് ഇന്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ ആ ഗോഷിയൻ സർഫസിന്റെ മൊത്തം ഏരിയയാണ്. കുഞ്ഞു കുഞ്ഞു ഏരിയ കൂട്ടിച്ചേർത്ത് വെച്ച ആ ഗോഷിയൻ സ്പിയറിന്റെ മുഴുവൻ ഏരിയ ആണ് സർഫസ് ഇന്റഗ്രൽ DS. സർഫസ് ഇന്റഗ്രൽ DS എന്ന് പറഞ്ഞാൽ 4πr² ആണ്. അപ്പം 4πr² സർഫസ് ഇന്റഗ്രൽ DS കൊടുക്കും 1/4πε0 ഇൻറ്റു Q/r² ഇൻറ്റു സർഫസ് ഇന്റഗ്രൽ DS എന്നുള്ളത് 4πr². അങ്ങനെ കൊടുക്കുമ്പോൾ 4πr² ന്യൂമറേറ്ററിലും 4πr² ഡിനോമിനേറ്ററിലും ഉള്ളത് ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് കിട്ടും സർഫസ് ഇന്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. അങ്ങനെയാണ് നമ്മൾ ഗോസസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. അടുത്തത് എന്താണ് ഒരു ഗോഷിയൻ സർഫസ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയിന്റ് ചാർജിന് ചുറ്റും ആ ഡിസ്റ്റൻസ് അകലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ നമ്മളൊരു ഇമാജിനറി സർഫസ് അസ്യൂം ചെയ്യുന്നു. അതാണ് ഗോഷിയൻ സർഫസ്. ക്ലോസ്ഡ് സർഫസ് ആണ്. ആ സർഫസിന് പുറത്തേക്കും പോകാൻ പറ്റില്ല, അകത്തേക്കും പോകാൻ പറ്റില്ല. തുറവിയില്ല. ക്ലോസ്ഡ് സർഫസ് ആണ്. ഇപ്പൊ ഗോഷിയൻ സർഫസ് എന്താണ്? ഗോഷിയൻ സർഫസ് ഒന്ന്, എനി ക്ലോസ്ഡ് സർഫസ്, അതൊരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം. വേർ ഗോസസ് തിയറം ഈസ് അപ്ലൈഡ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷന് ചുറ്റുമുള്ള ഒരു ക്ലോസ്ഡ് സർഫസ്, അതിന് പറഞ്ഞ പേരാണ് ഗോഷിയൻ സർഫസ്. ഗോസസ് തിയറം അപ്ലൈ ചെയ്ത് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സർഫസ്, ഒരു പോയിന്റ് ചാർജിന് ചുറ്റും നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സർഫസ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗോഷിയൻ സർഫസ്. രണ്ടാമത്തേത്, ദ ഗോഷിയൻ സർഫസ് ക്യാൻ ഹാവ് എനി ഷേപ്പ്. ഏത് ഷേപ്പ് വേണേലും ആകാം. ഗോഷിയൻ സർഫസിന് ഏത് ഷേപ്പ് വേണേലും ആകാം. ചാർജിനനുസരിച്ച് ഏത് ഷേപ്പ് വേണേലും ആകാം. 3, അഡ്വാൻറ്റേജ് ഓഫ് സർഫസ് ഈസ് ദാറ്റ് ഫ്രം സിമെട്രി ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. മുമ്പത്തെ നമ്മൾ പ്രൂഫ് കണ്ടു ഗോസസ് തിയറത്തിന്റെ പ്രൂഫ് കണ്ടു. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ്. ബൈ സിമെട്രി ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ഇ ആൻഡ് ds ഈസ് 0. ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇയും ds തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും എവരിവെയർ ഓൺ ദ സർഫസ്. ആൻഡ് ഇ ഈസ് എ കോൺസ്റ്റന്റ് എവരിവെയർ ഓൺ ദ സർഫസ്. ആ സർഫസിലെ എല്ലാ ഭാഗത്തും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു ഗോഷിയൻ സർഫസിനെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ. അത് ഒരു പോയിന്റിലൂടെ ഒരു ചാർജിന് ചുറ്റുമായിട്ട്, ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷന് ചുറ്റുമായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. അത് വരച്ച് നമുക്ക് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. 2, അതിന് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഏത് ഷേപ്പ് വേണേലും എടുക്കാം. 3, അതുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. 1, ഇലക്ട്രിക് ഫീൽഡ് ഗോഷിയൻ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. 2, ഇലക്ട്രിക് ഫീൽഡ് ഇയും
ഏരിയ ds തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. 3 ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ കോൺസ്റ്റന്റ്. അത്തരം സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, ഡൈപോളിനെ കുറിച്ചും അതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വന്നത്.